എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം പഠനം നമ്മൾ തുടരുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സുരഥ മഹാരാജാവ് രാജ്യവും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലെത്തിയതും അവിടെ സുമേധസ് മഹർഷിയുടെ ആശ്രമം കണ്ടതും മഹർഷിമാരാൽ ആദരപൂർവം സ്വീകരിക്കപ്പെട്ടിട്ട് ആശ്രമത്തിൽ താമസിച്ചതുമെല്ലാം. പക്ഷേ ഇത്രയും പരിശുദ്ധമായ ഒരു ആശ്രമ അന്തരീക്ഷത്തിൽ താമസിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മനസ്സിന് ഒരു സമാധാനം ഉണ്ടായില്ല. തനിക്ക് നഷ്ടപ്പെട്ട രാജ്യം, കുടുംബം, പ്രജകള്, ഖജനാവ്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ആ മമതാബന്ധം മൂലം, മനസ്സിലുള്ള ആ മമത, എൻ്റെ സ്വന്തം, എൻ്റേത് എന്ന മമത മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എപ്പോഴും വിഷമിച്ചുകൊണ്ടേയിരുന്നു. അതാണ് നമ്മൾ ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. ഏതത് ച അന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവഃ തത്ര വിപ്ര ആശ്രമ അഭ്യാസേ വൈശ്യം ഏകം ദദർശ സഹ. 16ാമത്തെ ശ്ലോകമാണത്. ഏതത് ച അന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. ആ പാർത്ഥിവ എന്ന് വെച്ചാൽ സുരഥ മഹാരാജാവ് ഏതത് ച അന്യച്ച, ഇങ്ങനെ പലതായിട്ടും അതും ഇതും എന്നിങ്ങനെ പല വിധത്തിലുള്ള ചിന്തയാമാസ, ചിന്തകളാൽ, സതതം, എപ്പോഴും, സതതം എന്നാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നത് എന്നർത്ഥം. സുരഥ മഹാരാജാവ് സ്വന്തം രാജ്യം, പ്രജകള്, ആന, കുടുംബം, ഖജനാവ്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് പലവിധ ചിന്തകളാൽ അസ്വസ്ഥനായിട്ടായിരുന്നു ആ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ തത്ര, അപ്പോൾ വിപ്ര ആശ്രമ അഭ്യാസേ, ആ ബ്രാഹ്മണ ആശ്രമത്തിന്റെ പരിസരത്ത് വെച്ച് ഏകം വൈശ്യം, ഒരു വൈശ്യനെ സഹ ദദർശ, ആ രാജാവ് കണ്ടു എന്ന്. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു ദിവസം ആ ആശ്രമ പരിസരത്ത് ഒരു വൈശ്യനെ കണ്ടു. ശ്ലോകം 17. സഹ പൃഷ്ടഃ തേന കസ്ത്വം കഹ ത്വം ഭോ ഹേതുഃ ച ആഗമനേ അത്ര കഹ സ ശോക ഇവ കസ്മാത് ത്വം ദുർമന ഇവ ലക്ഷ്യസേ. സഹ, സഹ, ഇവിടെ സഹ എന്നത് വൈശ്യനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തേന, തേന എന്നാൽ ആ രാജാവ്, സഹ ആ വൈശ്യനോട്, പൃഷ്ടഃ ചോദിച്ചു എന്ന്. ഇപ്പൊ രാജാവ് വൈശ്യനെ കണ്ടപ്പോൾ വൈശ്യനോട് രാജാവ് ഇപ്രകാരം ചോദിച്ചു. കഹത്വം, അങ്ങ് ആരാണ്? ഭോ, ഭോ എന്ന് വെച്ചാൽ അല്ലയോ ഭവാൻ. കഹത്വം, അങ്ങ് ആരാണ്? അത്ര ആഗമനേ ഹേതുഹു കഹ, എന്ത് കാരണത്താലാണ് അങ്ങ് ഇവിടെ ആഗമനെ, ഇവിടെ എത്തിച്ചേർന്നത്, ഇങ്ങോട്ട് ഈ ആശ്രമത്തിൽ വന്നത്? കഴിഞ്ഞിട്ടില്ല, ഒരു ചോദ്യം കൂടി. സഹ ശോക ഇവ, സ ശോക ഇവ എന്ന് വെച്ചാൽ ശോകത്തോടു കൂടി എന്ന പോലെ, ഇവ എന്ന് വെച്ചാൽ എന്ന പോലെ. അപ്പോൾ ഒരു ദുഃഖമുള്ളതുപോലെ, ദുർമന ഇവ മനസ്സിൽ എന്തോ അസ്വസ്ഥതയുള്ളതുപോലെ, ലക്ഷ്യസേ കാണപ്പെടുന്നു, കസ്മാത് ത്വം എന്തുകൊണ്ടാണ്, ത്വം അങ്ങയെ മനസ്സിൽ ഒരു ദുഃഖമുള്ളതുപോലെയും ഒരു അസ്വസ്ഥമായ മനസ്സോടുകൂടിയും കാണപ്പെടുന്നത്. ഇതാണ് രാജാവിൻ്റെ ചോദ്യം. അപ്പൊ രാജാവ് വൈശ്യനെ കണ്ട വഴിക്ക് രാജാവിന് മനസ്സിലായി, ഒരു ആശ്രമ ജീവിതം ആഗ്രഹിച്ച് അങ്ങോട്ട് വന്ന ആളല്ല ആ വൈശ്യൻ എന്ന് രാജാവിന് മനസ്സിലായി. രാജാവും അത് ആഗ്രഹിച്ച് വന്നതല്ല, നിരാശയാൽ അങ്ങനെ കാട്ടിലൂടെ എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിച്ച് അവിടെ എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ രാജാവ് അസ്വസ്ഥനാണ്.
അതേപോലെ തന്നെ ദുഃഖിതനും അസ്വസ്ഥതയുമുള്ള ഒരു ദുഃഖവും അസ്വസ്ഥതയുമുള്ള മനസമാധാനമില്ലാത്ത രീതിയിൽ ഒരു വൈശ്യനെ അവിടെ കണ്ടു. അദ്ദേഹം ആ ആശ്രമ ജീവിതം ആഗ്രഹിച്ച് അങ്ങോട്ട് വന്നതല്ല എന്ന് രാജാവിന് കണ്ട മാത്രയിൽ മനസ്സിലായി. അതുകൊണ്ടാണ് രാജാവ് വൈശ്യനോട് ചോദിച്ചത്, അങ്ങ് ആരാണ്? അങ്ങ് എന്ത് കാരണത്താലാണ് ഈ ആശ്രമത്തിൽ വന്നത്? എന്തുകൊണ്ടാണ് അങ്ങയെ ദുഃഖിതനായും മനസ്സിനൊരു അസ്വസ്ഥത, ഒരു സമാധാനമില്ലാത്തവനായിട്ടും കാണപ്പെടുന്നത്? ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 18. ഇതി ആകർണ്യ വചഃ തസ്യ ഭൂപതേഃ പ്രണയോദിതം പ്രത്യുവാച സഹ തം വൈശ്യഃ പ്രശ്രയ അവനതഃ നൃപം. ഇതി ആകർണ്യ, ഇപ്രകാരം കേട്ടിട്ട്, തസ്യ വചഃ, ഭൂപതേ, തസ്യ ഭൂപതേ വചഃ, ആ രാജാവിൻ്റെ വാക്കുകൾ. എങ്ങനെയുള്ള വാക്കുകൾ? പ്രണയോദിതം എന്ന് വെച്ചാൽ സ്നേഹാർദ്രമായ വാക്കുകൾ. രാജാവിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ഈ വാക്കുകൾ കേട്ടിട്ട് തം വൈശ്യഃ, ആ വൈശ്യൻ പ്രത്യുവാച, അതായത് മറുപടി കൊടുത്തുവെന്ന്. പ്രശ്രയ അവനതഃ നൃപം, അതായത് ആ സവിനയം, വളരെ ശാന്തനായിട്ട് വിനയത്തോടുകൂടി ആ രാജാവിന് മറുപടി കൊടുത്തു എന്ന്. അപ്പൊ രാജാവിന് മനസ്സിലായി എന്തോ ദുഃഖത്തോടുകൂടി വന്ന ആളാണെന്ന്. അതുകൊണ്ട് തന്നെ രാജാവ് വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ വൈശ്യനോട് സംസാരിച്ചത്. അപ്പൊ രാജാവിൻ്റെ ആ സ്നേഹാർദ്രമായ വാക്കുകൾ കേട്ട് വൈശ്യൻ അതേപോലെ വിനയത്തോടുകൂടി രാജാവിന് മറുപടി പറഞ്ഞു. ഇനി എന്താണ് ആ മറുപടി എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നുകൊണ്ട് സുരഥ മഹാരാജാവും വൈശ്യനും തമ്മിലുള്ള ആ സംഭാഷണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. വൈശ്യ ഉവാച സമാധിഃ നാമ വൈശ്യോഃ അഹം ഉത്പന്നഃ ധനിനാം കുലേ പുത്രദാരൈഃ നിരസ്തഃ ച ധനലോഭാദ് അസാധുഭിഃ. അർത്ഥം, ധനിനാം കുലേ, ഒരു ധനിക കുലത്തിൽ, ഉത്പന്നഃ ജനിച്ച, സമാധി നാമ വൈശ്യഃ, സമാധി എന്നു പേരുള്ള വൈശ്യനാണ് അഹം, ഈ ഞാൻ. അപ്പൊ വൈശ്യൻ പരിചയപ്പെടുത്തുകയാണ് സുരഥ മഹാരാജാവിനെ. ഒരു ധനിക കുലത്തിൽ ജനിച്ച സമാധി എന്നു പേരുള്ള ഒരു വൈശ്യനാണ് ഞാൻ. അസാധുഭിഹി എന്ന് വെച്ചാൽ സാധുക്കളല്ലാത്ത, അതായത് അസത്തുക്കളായ, പുത്രദാരൈഹി എൻ്റെ പുത്രന്മാരും, ദാരൈ എന്നാൽ ഭാര്യയും, ധനലോഭാത് പണത്തിനോടുള്ള അത്യാഗ്രഹം മൂലം, നിരസ്തഹാച എന്നെ ഉപേക്ഷിച്ചു എന്ന്. എൻ്റെ പണം മുഴുവൻ അപഹരിച്ച് അവരെന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ധനിക കുലത്തിൽ ജനിച്ച സമാധി എന്ന പേരുള്ള വൈശ്യനാണ് ഞാൻ. പക്ഷേ അസത്തുക്കളായ, സാധുക്കളല്ലാത്ത എൻ്റെ പുത്രന്മാരും അവരോടൊപ്പം ചേർന്ന് നിന്ന് എൻ്റെ ഭാര്യയെയും എൻ്റെ പണം മുഴുവൻ അപഹരിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ചു. അടുത്ത ശ്ലോകം. വിഹീനഃ ച ധനൈഃ ദാരൈഃ പുത്രൈഃ ആദായ മേ ധനം വനം അഭ്യഗാതോ ദുഃഖി നിരസ്തഃ ച ആപ്തബന്ധുഭിഃ. അതായത് മേധനം ആദായ, ഇപ്രകാരം എൻ്റെ ധനം മുഴുവനും അപഹരിച്ചിട്ട്, ധനൈഹി ദാരൈഹി പുത്രൈഹി വിഹീനഃ ച, അതായത് സമ്പത്തും ഭാര്യയും പുത്രന്മാരും നഷ്ടപ്പെട്ട്, നിരസ്തശ്ച ആപ്തബന്ധുഭി വേണ്ടപ്പെട്ടവരെല്ലാം കൈവിട്ടപ്പോൾ, ദുഃഖിതനായി, വനം അഭ്യഗാത ഞാൻ ഈ കാട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് വൈശ്യൻ പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം എൻ്റെ ധനം, മേധനം ആദായ, എൻ്റെ ധനം മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട്, തട്ടിപ്പറിച്ചെടുത്തിട്ട്, ധനവും ഭാര്യയും മക്കളും സമ്പത്തും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട്, അങ്ങനെ നിരസ്തഹാച്ച ആപ്തബന്ധുബി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും, എൻ്റെ സ്വന്തം എന്ന് ഞാൻ കരുതിയ എൻ്റെ ബന്ധുക്കളെല്ലാം കൈവിട്ടപ്പോൾ, എൻ്റെ പണം മുഴുവൻ അപഹരിച്ച് എനിക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ദുഃഖത്തോടുകൂടി ഞാൻ ഈ വനത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് വൈശ്യൻ രാജാവിനോട് പറഞ്ഞു. സഹ അഹം ന വേദ്മി പുത്രാണാം കുശല അകുശലാത്മികാം
പ്രവൃത്തിം സ്വജനാനാം ച ദാരാണാം ച അത്ര സംസ്ഥിതഃ സഹ അഹം. അങ്ങനെ ഈ കാട്ടിൽ എത്തിച്ചേർന്ന ഞാൻ, വൈശ്യൻ പറയുകയാണ്, അങ്ങനെ ഈ കാട്ടിൽ എത്തിച്ചേർന്ന ഞാൻ, പുത്രാണാം എൻ്റെ പുത്രന്മാരുടെ, ധാരാണാം എൻ്റെ ഭാര്യയുടെ, സ്വജനാനാഞ്ച എൻ്റെ ബന്ധുമിത്രാദികളുടെ, അത്ര സംസ്ഥിത പ്രവൃത്തിയും അവരുടെയൊക്കെ അവരെക്കുറിച്ചുള്ള വിവരം, അവരുടെയൊക്കെ വാർത്തയെ, അത് കുശല അകുശലാത്മികാം, അവർ സുഖമായിരിക്കുന്നോ അതോ എന്തെങ്കിലും അകുശലം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അവർക്കുണ്ടോ, ന വേത്മി, ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ബന്ധുമിത്രാദികളാലും ഭാര്യയാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് കാട്ടിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും അവരെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുകയാണ്. ഈ കാട്ടിൽ വന്നിരിക്കുമ്പോഴും അദ്ദേഹം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ബന്ധുമിത്രാദികള്, അവര് ഞാൻ പോന്നതിന് ശേഷം ഞാനില്ലാതെ അവര് വിഷമിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അവർ സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഒരു വിവരവുമില്ല. നാ വേദ്മി എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, അവരിപ്പോൾ എന്തെടുക്കുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കിം നു തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം നു സാമ്പ്രതം കഥം തേ കിം നു സദ്വൃത്തഃ ദുർവൃത്തഃ കിം നു മേ സുധാ. അതായത് തേഷാം ഗൃഹേ, അവർ എല്ലാം ഇപ്പോൾ ആ വീട്ടിൽ, സാമ്പ്രതം എന്ന് വെച്ചാൽ ഇപ്പോൾ, ക്ഷേമം അക്ഷേമം കിംനു, സുഖമായിരിക്കുന്നു അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണ്. അതായത് ബന്ധുമിത്രാദികളും ഭാര്യയും മക്കളും അവരൊക്കെ ഇപ്പൊ വീട്ടിൽ, ഞാൻ എന്നെ ഉപേക്ഷിച്ചതിന് ശേഷം അവരൊക്കെ ഇപ്പൊ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ടോ, അവരൊക്കെ സുഖമായിരിക്കുന്നു, അവർക്കൊക്കെ ക്ഷേമം തന്നെയാണോ അത് അക്ഷേമം തന്നെയാണോ. ഇനി കഥം തേ കിംനു സദ്വൃത്തോ സദ്വൃത്തഃ ദുർവൃത്തഃ കിംനു മേ സുത എന്ന് വെച്ചാൽ, കിംനു മേ സുത, എൻ്റെ പുത്രന്മാർ ഇപ്പോൾ, കഥം തേ കിംനു സത്വൃത്തഃ, അവരിപ്പോ നല്ല നടത്തക്കാരാണോ, അതായത് അവര് നല്ല രീതിയിലാണോ ജീവിക്കുന്നത്. ഇനി ദുർവൃത്തഃ, അല്ല ദുർനടത്തക്കാരാണോ, അതായത് പിതാവ് പോയതിന് ശേഷം നിയന്ത്രിക്കാൻ ആരുമില്ലാതായപ്പോൾ മക്കൾ ദുർനടപ്പുകാരായോ അതോ അവരിപ്പോഴും നല്ലവരായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ആദിയാണ് അദ്ദേഹത്തിന്. അപ്പൊ അതാണ് അദ്ദേഹം ഓരോന്നായി പറയുന്നത്. അവരൊക്കെ, എൻ്റെ മക്കളും ഭാര്യയും ബന്ധുക്കളും ഒക്കെ വീട്ടിൽ സുഖമായിരിക്കുന്നോ ആവോ, അവർക്ക് ക്ഷേമം തന്നെയാണോ, അത് അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഞാനില്ലാതെ. ഇനി എൻ്റെ മക്കള് നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ അവര് ദുർനടപ്പുകാരായിട്ടുണ്ടാകുമോ അതോ അവരിപ്പോഴും നല്ല നടത്തക്കാരാണോ, എന്താണ് അവരുടെ അവസ്ഥ, ഇതൊക്കെ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ ആദികൾ എന്ന് വൈശ്യൻ അങ്ങനെ സുരഥ മഹാരാജാവിനോട് അറിയിക്കുകയാണ്. രാജോവാച, രാജാവ് വൈശ്യനോട് പറയുകയാണ്, യൈഹി നിരസ്തഃ ഭവാൻ ലുബ്ധൈഹി പുത്രധാരാദിഭിഹി ധനൈഹി തേഷു കിം ഭവതഃ സ്നേഹം അനുബധ്നാതി മാനസം. അതായത് യൈഹി, ഏതൊരു, നിരസ്തഹ എന്നാൽ ഉപേക്ഷിക്കപ്പെടുക, ഭവാൻ എന്ന് വെച്ചാൽ ഇവിടെ രാജാവ് വൈശ്യനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാലാണോ ഉപേക്ഷിക്കപ്പെട്ടത്, ധനൈഹി ലുബ്ധൈഹി, പണത്തിനോടുള്ള അത്യാർത്തി മൂലം, പുത്രധാരാദിഭിഹി, അങ്ങയുടെ ഭാര്യയാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ടുവോ, ഭവതഃ മാനസം, അങ്ങയുടെ മനസ്സ്, തേഷു അവരെ കുറിച്ചോർത്ത്, കിം സ്നേഹം അനുബധ്നാതി, വീണ്ടും വീണ്ടും അവരെ കുറിച്ച് ഓർത്തിട്ടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിന്, രാജാവ് ചോദിക്കുന്നത് അതാണ്. അതായത് ഏതൊരു ഭാര്യയാലും മക്കളാലും ധനത്തിനോടുള്ള അത്യാർത്തി മൂലം അങ്ങയെ ഉപേക്ഷിച്ചുവോ അവരോടുള്ള സ്നേഹത്താൽ, അങ്ങയുടെ മനസ്സിൽ അവരോടുള്ള, ഭവതഃ മാനസം അങ്ങയുടെ മനസ്സിൽ, തേഷു അവരെ കുറിച്ചും, കിം സ്നേഹം അനുബധ്നാതി, സ്നേഹത്തിന്റെ കെട്ട് ഇപ്പോഴും എന്തിനാണ്, അങ്ങയെ വേണ്ടാതെയല്ലേ അവർ ഉപേക്ഷിച്ചത്, എന്നിട്ട് എന്തിനാണ് അങ്ങയുടെ മനസ്സ് ഇപ്പോഴും അവരെ കുറിച്ച് ഓർത്തിങ്ങനെ വിഷമിക്കുന്നത്, അവരോടുള്ള സ്നേഹം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് രാജാവ് ചോദിക്കുകയാണ്. വൈശ്യ ഉവാച ഏവം ഏതത്
യഥാ പ്രാഹ ഭവാൻ അസ്മദ്ഗതം വചഃ കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. ഏവമേതത്, അത് ശരി തന്നെയാണ്. യഥാ പ്രാഹവചഃ, യഥാ എന്താണോ, പ്രാഹവചഃ അങ്ങയുടെ ആ വാക്കുകൾ, അങ്ങ് പറഞ്ഞ വാക്കുകൾ, ഭവാൻ അങ്ങ്, അസ്മദ്ഗതം, അസ്മദ്ഗതം എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞ ആ വാക്കുകൾ എന്താണോ, ഏവമേതത് അതെല്ലാം ശരിയാണ്. പക്ഷേ കിം കരോമി ഞാൻ എന്ത് ചെയ്യാനാണ്, ന ബധ്നാതി എനിക്ക് സാധിക്കുന്നില്ല, മമ മനഃ നിഷ്ഠുരതാം എന്ന് വെച്ചാൽ എന്നെ ഉപേക്ഷിച്ച, എന്നോട് ക്രൂരത കാണിച്ചവരോട്, മമ മനഃ എൻ്റെ മനസ്സിൽ അവരോടൊരു വെറുപ്പും ദേഷ്യവും എനിക്ക് തോന്നുന്നില്ല. ന ബധ്നാതി അവരോട് ക്രൂരമായിരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കിം കരോമി ഞാൻ എന്തു ചെയ്യാനാണ് എന്ന്. ഇപ്പൊ വൈശ്യൻ പറയാണ്, അങ്ങ് പറഞ്ഞത് എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഭാര്യ, മക്കള്, കുടുംബം അവരെയൊക്കെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അവരോട് ക്രൂരമാവാൻ, അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. യൈഹി സന്ധ്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈഹി നിരാകൃതഃ പതി സ്വജനഹാർദം ച ഹാർദി തേഷു ഏവ മേ മനഃ. യൈഹി ആരാണോ, പിതൃസ്നേഹം അച്ഛനെന്നോ, പതി ഭർത്താവെന്നോ, സ്വജനഹാർദം ബന്ധുവെന്നോ ഉള്ള യാതൊരു സ്നേഹവും കാണിക്കാതെ, ധനലുബ്ധൈഹി പണത്തിനു വേണ്ടി, നിരാകൃത എന്നെ ഉപേക്ഷിച്ചത്, അവർക്ക് അവരെ, തേഷു അവർക്കു വേണ്ടി, മേ മന എൻ്റെ മനസ്സ്, ഹാർദി ഇപ്പോഴും അലിയുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ നിസ്സഹായനാണ് എന്നാണ് വൈശ്യൻ പറയുന്നത്. ഞാൻ അച്ഛനാണ്, ഭർത്താവാണ്, ബന്ധുവാണ് എന്നൊന്നും ഓർക്കാതെ എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ സ്വജനഹാർദം ബന്ധുക്കള്, സ്വജനങ്ങള് ഇവരെല്ലാം ധനലുബ്ധൈ പണത്തിനു വേണ്ടിയാണ് എന്നെ സന്ധ്യജ്യ എന്ന് വെച്ചാല് ഉപേക്ഷിച്ച, ഇവരെല്ലാവരും എന്നെ നിരാകൃത എന്ന് വെച്ചാൽ കൈവിട്ടത്, ഉപേക്ഷിച്ചത്. എന്നിട്ടും മേ മന എൻ്റെ മനസ്സ്, തേഷുവേവ അവർക്ക് വേണ്ടി, ഹാർദി അലിയുകയാണ്. അതായത് അവരെക്കുറിച്ച്, അവര് നന്നായിരിക്കുന്നു, അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ഓർത്ത് എൻ്റെ മനസ്സ് ഇപ്പോഴും ആവലാതിപ്പെടുകയാണ്. ആ ഒരു നിസ്സഹായതയാണ് വൈശ്യൻ ഇവിടെ സുരഥ മഹാരാജാവിനെ അറിയിക്കുന്നത്. കിം ഏതത് ന അഭിജാനാമി ജാനൻ അഭി മഹാമതേ യത് പ്രേമപ്രവണം ചിത്തം വിഗുണേഷു അഭി ബന്ധുഷു. ഹേ മഹാമതേ, അല്ലയോ മഹാമതേ, സുരഥ മഹാരാജാവിനെയാണ് വിളിക്കുന്നത്. അല്ലയോ മഹാമതേ, ജാനൻ അഭി എനിക്ക് അറിയാമെങ്കിൽ പോലും, വിഗുണേഷു അഭിബന്ധുഷു ഒരു ഗുണവുമില്ലാത്ത ഈ ബന്ധുക്കളോട്, അതായത് എന്നോട് ഒരു സ്നേഹവും ഇല്ല, എനിക്ക് അവരിൽ നിന്ന് ഒരു ഗുണവുമില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ഈ ബന്ധുക്കളോട് ചിത്തം എൻ്റെ മനസ്സിൽ, ഏത് പ്രേമപ്രവണം എന്തുകൊണ്ടാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്, ഏതൊരു തരത്തിലുള്ള സ്നേഹമാണ് ഉണ്ടാകുന്നതെന്ന്, കിമേതത് അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ന അഭിജാനാമി എനിക്കിത് അറിയാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. രാജാവ് പറഞ്ഞത് ശരി തന്നെയാണ്, അല്ലയോ മഹാമതേ, ഒരു ഗുണവുമില്ലാത്ത, എന്നോട് ഒരു സ്നേഹവുമില്ലാത്ത ബന്ധുക്കളാണ് ഇവരൊക്കെ. പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സിൽ അവരോട് സ്നേഹമാണ് ഉണ്ടാകുന്നത്. അവരുടെ നന്മയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ക്ഷേമമാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തേഷാം കൃതേ മേ നിശ്വാസഃ ദൗർമനസ്യം ച ജായതേ കരോമി കിം യത് ന മനഃ തേഷു അപ്രതീഷു നിഷ്ഠുരം. തേഷാം അതായത് തേഷാം കൃതേ എന്ന് വെച്ചാൽ അവരോട്, ആ ബന്ധുക്കളോട്, മേ എൻ്റെ മനസ്സിലെ, നിശ്വാസഹ എന്ന് വെച്ചാൽ നെടുവീർപ്പിടുക. അതായത് ആ ബന്ധുക്കളെ, ഉറ്റവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു നിശ്വാസഹ ഒരു നെടുവീർപ്പ് വരുന്നു, ദൗർമനസ്യം ദുഃഖവും തോന്നുന്നു, ച ജായതേ എന്ന് വെച്ചാൽ ഉണ്ടാകുന്നു എന്ന്. ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരു നിശ്വാസവും ദുഃഖവും ഉണ്ടാകുന്നു. കിം കരോമി ഞാൻ എന്ത് ചെയ്യാനാണ്, യത് ന അതായത് യത് ന മന എൻ്റെ മനസ്സിലെ എനിക്ക് അവരോട്,
തേഷു അപ്രതീഷു, തേഷു എന്ന് വെച്ചാൽ അവര് അപ്രതീഷു എന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും എന്നെ അവരെ കുറിച്ച് എൻ്റെ മനസ്സിൽ നിഷ്ഠുരം, ഒരു ക്രൂരമാവാൻ എനിക്ക് തോന്നുന്നില്ല എന്ന്. എത്ര നിസ്സഹായ അവസ്ഥയാണല്ലേ. അതായത് എൻ്റെ ബന്ധുക്കള് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്കൊരു ദീർഘശ്വാസം, ഒരു ദുഃഖവുമാണ് ഉണ്ടാകുന്നത്. എനിക്ക് അവര് ഒരു പ്രയോജനവും അല്ലെങ്കിൽ ഒരു നല്ലതും ചെയ്തിട്ടില്ല. എന്നോട് അവർക്ക് ഒരു സ്നേഹവുമില്ല. എന്നിട്ട് പോലും എൻ്റെ മനസ്സിൽ അവരോട് ക്രൂരമാവാൻ, അല്ലെങ്കിൽ അവരെ ചിന്തിക്കാതിരിക്കാൻ, അവരെക്കുറിച്ച് വിഷമിക്കാതിരിക്കാൻ, ആലോചിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേന്ന് എനിക്കറിയുന്നില്ല എന്ന് വൈശ്യൻ രാജാവിനോട് പറയുകയാണ്. നമുക്കറിയാം ദേവി മാഹാത്മ്യം. മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ശിഷ്യന്മാർക്ക് ആ ദേവി മാഹാത്മ്യം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലിരുന്ന് സുരഥ മഹാരാജാവും വൈശ്യനും തമ്മിലുള്ള ഈ സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് മാർക്കണ്ഡേയ മഹർഷി ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത ആ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം.